നല്ല റബ്ബർ തോട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടാർട്ട് റോഡ് സൗകര്യത്തോടു കൂടിയാണ് ഈ റോഡ് നമ്മളെ റബ്ബർ തോട്ടത്തിലേക്കാണ്. 2 ഏക്കർ റബ്ബറാണ് ഇപ്പോൾ. ഒരു 300 റബ്ബറാണ് അതിലുള്ളത്. വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. ഇതാണ് റോഡ്. ഇത് നമ്മളെ റോഡ് മറ്റേ റബ്ബർ തോട്ടത്തിൻ്റെ മുൻപിൽ വരണ്ട ഈ റോഡ്. ഇതാണ് നമ്മളെ റബ്ബർ തോട്ടം. ഇതിൽ ഇടയിലിടയിൽ തേക്ക് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ തേക്ക് മരങ്ങളുണ്ട്, പക്ഷേ നല്ല മരമായിട്ടില്ല, അത്യാവശ്യം വലുപ്പമായിട്ടില്ല. 2 തെങ്ങ് കൂടെ കാണാനുണ്ട്. കണ്ടോ വാഴത്തോട്ടം. മേലൊക്കെ നല്ല ചെറു സൈസ് റബ്ബറുകളാണ്. 300 ചില്ലറ റബ്ബർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു 300 കൂട്ടാ ഓണർ പറഞ്ഞതാണ്. ഇതിൽ റബ്ബറിനേക്കാൾ കൂടുതൽ തേക്ക് മരങ്ങളാണ്. ഒക്കെ വളർന്നു വരികയാണ്. ഇതൊക്കെ തേക്കാണ്. തെങ്ങുണ്ട് അവിടെ ഇവിടെയൊക്കെ. തെങ്ങൊന്നും പിന്നെ നോട്ടമില്ലാത്തതുകൊണ്ട് റബ്ബറിൻ്റെ ഉള്ളിലുള്ള തെങ്ങ് വളരില്ലല്ലോ, നോട്ടം ഉണ്ടാവില്ലല്ലോ. വാങ്ങി നിർത്തി റബ്ബർ വെട്ടിയിട്ട് തേക്കൊന്നും വെട്ടാതെ അങ്ങനെ നിർത്തുകയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈമിന് നല്ലൊരു സംഖ്യക്ക് തേക്ക് കൊടുക്കണ്ടാവും. ഒരു മാവുണ്ട്, പല ജാതി മരങ്ങളുമുണ്ട്. 2 അട്ടിയായിട്ടാണ് കിടക്കുന്നത് തോട്ടം. നല്ല മണ്ണുള്ള ഏരിയ ആണ് കേട്ടോ. അവിടെ ഇവിടെ ഓരോ ഉരുളമ്പാറയൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിച്ചാൽ പൊട്ടിച്ചാൽ മതിൽ കെട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചെയ്യാം. ഇത് മറ്റേ സൈഡിലുള്ള വീടാണ്. അല്ല, വീടുകൾ നിറയണ്ടേ, നിറയെ വീടുകളുള്ള ഏരിയയാണ്. അതുകൊണ്ട് ആ വണ്ടി വരുന്നത് നമ്മളെ തോട്ടത്തിൻ്റെ മുന്നിൽ കൂടെയാണ്. നമ്മുടെ ടാർട്ട് റോഡാണ്. കണ്ടോ, ഇതിൻ്റെ ഈ സൈഡിലൊരു വീടുണ്ടായിരുന്നു, ഓടിട്ട വീട്. ഇവരെ പഴയ തറവാട് ഇതല്ല ഈ കാണുന്നത്. അതിൻ്റെ ചുമര് കുറച്ചവിടെ നിൽക്കുന്നുണ്ട്. കുളിച്ചു പോയതാണ്. അവിടെ തന്നെ ഒരു മാവുണ്ട്, ഒരു 5-6 തെങ്ങുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീട് കെട്ടി താമസിക്കാൻ പറ്റും. അയൽവക്കങ്ങളൊക്കെ ഉണ്ട്. മേലൊക്കെ നല്ല വണ്ണമുള്ള തേക്കുകളാണ്. 1 വർഷമായിട്ടുള്ളൂ വെട്ടൽ തുടങ്ങിയിട്ടെന്നാ പറഞ്ഞത്. 300 റബ്ബർ എന്തായാലും ഉണ്ടാവും. അല്ല, ഈ ഭാഗത്തൊക്കെയുള്ള തേക്കുകൾ വണ്ണുള്ളതാണ്. ഇവിടെ ഒരുപാട് തേക്കുണ്ട്, കണ്ടമാനം തേക്കുണ്ട്. നല്ല തേക്കുകളാണ്. എൻ്റെ അഭിപ്രായത്തിൽ തേക്കുകൾ എന്താണെന്ന് വെച്ചാൽ 10
60-70 ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. നിറയെ വീടുകളുള്ള ഏരിയ കേട്ടോ. അത് നല്ല VIP ഏരിയ. ഇതിപ്പോൾ ഒരു ടീമിന് കാണിച്ച ഫ്രണ്ടിൽ വീട് വെച്ചിട്ട് റബ്ബറും തോട്ടം അങ്ങനെ നിലനിർത്തിയിട്ട് അങ്ങനെ ഉപയോഗിക്കുക. ഇതിൻ്റെ നേരെ മുന്നിൽ ഈ റോഡിൻ്റെ നേരെ അപ്പുറത്ത് കിടക്കുന്നത് വയലാണ്. വെള്ളത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. തന്നെയല്ല, ഇതിൻ്റെ മറു സൈഡിൽ ആ പുറത്ത് ഈ പുറത്തൊക്കെ വീടാണ്. ഉണ്ടോ? ഇത് നല്ല നല്ല വീടുകളാണ്. ഇത് നമ്മുടെ തോട്ടത്തിൻ്റെ ആ സൈഡിലുള്ളതാണ്. ഇത് 2 ഏക്കറാണ്. ആവശ്യമുള്ളവർ വിളിച്ചോളി. വീടൊക്കെ വെച്ച് ഉഷാറായിട്ട് നിർത്താൻ പറ്റുന്ന സ്ഥലമാണ്. ഏത് കമ്മ്യൂണിറ്റിക്കും വാങ്ങാം. എല്ലാവരും തിങ്ങി താമസിക്കുന്ന ഏരിയയാണ്. പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, അതേപോലെ അമ്പലമുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഒക്കെ മാക്സിമം ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഒക്കെ ഉള്ളിലുള്ള സംഭവമാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും താമസിക്കാൻ പറ്റുന്ന ഏരിയയാണ്. നല്ലൊരു തോട്ടാണ്. വെള്ളം നന്നായി കിട്ടുന്ന ഏരിയയാണ്. എന്തുകൊണ്ട്? നേരെ മുന്നിലാണ് കാണുന്നത് വയലാണ്. പിന്നെ ഇതിൽ നേരെ മുൻപ് ഒരു വീടുണ്ടായിരുന്നു, ഓടിട്ട വീട്. അത് പൊളിച്ചിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വീടിൻ്റെ സ്ഥലം. പണ്ടത്തെ വീടിൻ്റെ സ്ഥലമാണിത്. ഇവിടെ ഒരു വീടൊക്കെ അടിപൊളിയായിട്ട് കയറ്റിയെന്ന് വെച്ചാൽ നേരെ ഫ്രണ്ടിൽ വയലാണ്. ആ വയലൊക്കെ വേണിച്ചാൽ നമുക്ക് വാങ്ങാൻ കിട്ടും ആവശ്യമുള്ളവർക്കേ. അപ്പം ഇതിലൊരു 2 ഏക്കർ ഇതിലൊരു വീടായി. ഫ്രണ്ടിൽ കുറച്ച് വയൽ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. നല്ല സുഖമായ നല്ല കൂളിങ്ങുള്ള ഏരിയയാണ്. നിറച്ച് വീടുകളുള്ള സ്ഥലമാണ്. ഈ റോഡ് കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ നിറയെ വീടുകളാണ്. വരുന്ന വഴിക്കൊക്കെ വീടുകളാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചോളാം. ഒരു ചെറിയൊരു കുടുംബത്തിന് നല്ലൊരു വരുമാനം കിട്ടി ഇവിടെ താമസിക്കുക, വീടൊക്കെ കയറ്റിയിട്ട് അതിന് പറ്റുന്ന നല്ലൊരു സ്ഥലം. ഞാനായിരിക്കും അതിൻ്റെ പരിസരത്തുള്ള വീടുകൾ റോഡ് സൈഡിൽ നിന്ന് കാണിച്ചു തരാം. എന്തൊരു വ്യൂ കണ്ടത് വയല്. ഈ റോഡ് ഒരുപാട് ഫ്രണ്ടേജും ഇതിനുണ്ട് കേട്ടോ. ദാ ഇവിടുന്ന് ഈ മരത്തിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. തുടങ്ങിയിട്ട് വേണ്ട തേക്കാണ്. ഇവിടെയൊക്കെ നിറയെ തേക്കാണ്. സ്ഥലം വാങ്ങി റബ്ബർ വെട്ടി തേക്ക് പെട്ടെന്ന് വെട്ടാതെ അങ്ങനെ നിലനിർത്തുകയാണെന്ന് വെച്ചാൽ നല്ലൊരു കാശിന് തേക്ക് വെക്കണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഈ വാങ്ങിയ സംഖ്യ തന്നെ തേക്ക് നിലനിർത്തി കിട്ടും. ഇതൊക്കെ നമ്മുടെ സ്ഥലത്തുപെട്ട സ്ഥലം കേട്ടോ. ഇതാണ് അതിര്. ഈ മതിൽ വരെ, ഈ വീടുകളുടെ മതിൽ വരെ. പിന്നെ ഇവിടുന്ന് ഇവിടെയൊക്കെ ഫുള്ള് വീടാണ്. റോഡും വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നിറയെ വീടുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഉണ്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോക്കിയത് നല്ല വയലിൻ്റെ ആ കരയ്ക്കൊക്കെ കാണുന്നുണ്ടോ വീടുകൾ ഉണ്ടോ. അതൊക്കെ ആ കരയ്ക്കൊക്കെ നിറയെ വീടാണ്. തോട്ടം നല്ല തോട്ടമാണ്. ആവശ്യമുള്ളവർ വിളിച്ചോളി. ഇത് പാലക്കാട് ജില്ല തന്നെയാണ്. പൂക്കോട്ടുകാവ് പഞ്ചായത്തുമാണ്. എല്ലാ വിഭാഗം ജനങ്ങളും താമസിക്കുന്ന നല്ല സൗഹൃദ ഏരിയയാണ്. പള്ളി, മദ്രസ, അമ്പലം, പരിസരത്തൊരു 2 കിലോമീറ്ററിൽ ചർച്ച്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ വിളിച്ചോളി. സാധനം ഇതിന് സെൻറ്റിന് 30 രൂപയാണ് പറയുന്നത്. ഇത് വീടുകൾ നിറയെയുള്ള സ്ഥലമാകൊണ്ടാണ്. ഇതിനിപ്പോൾ ഒരാൾ എടുത്തിട്ട് 5 സെൻറ്റ് 10 സെൻറ്റ് ഇങ്ങനെ പ്ലോട്ടാക്കി കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു മര്യാദ വിലക്ക് 30 സെൻറ്റ് കൊടുക്കാനും പറ്റുന്ന ഏരിയയാണ്.
അങ്ങനെ അത്രയും വീടുള്ള അവസ്ഥയൊക്കെ നമ്മുടെ ഈ തോട്ടം ഇങ്ങനെ ഒന്നിങ്ങോട്ട് ചോപ്പിച്ച് അടിഭാഗം മാത്രം ഇങ്ങനെ ചോപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നമുക്ക് വീടുകൾക്ക് 5 സെൻറ്റ് 10 സെൻറ്റ് പ്ലോട്ട് അടിച്ച് കൊടുക്കുന്നവർക്കും ഈ സ്ഥലം വാങ്ങിക്കാൻ പറ്റും കേട്ടോ. നിറയെ വീടുകളാണ് മേൽഭാഗത്തുള്ളത്. പിന്നെ ഫ്രണ്ടിലാണിച്ചതാണ്ട് വയലാണ്, നല്ല കണ്ടോ, അതൊക്കെ കവുങ്ങും തോട്ടാണ്. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്, നല്ല കാറ്റും വെളിച്ചും, ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏരിയ ആയതുകൊണ്ട് അതിനും പറ്റുമെന്ന് പറയാം ഞാൻ. അപ്പോൾ ആവശ്യമുള്ളവർ ഇതാണ്ട് ആ കരക്കൊക്കെ നിറയെ വീടുകളാണ്, ആ കരക്കൊക്കെ വീടുകളാണ് കണ്ടോ, ആ കാണുന്ന വീടുകൾ. പിന്നെ ഈ ഭാഗത്തൊക്കെ വീടുകളാണ്. പിന്നെ മുൻവശത്ത് കുറച്ച് വയൽ ഒരാൾക്ക് വേണമെന്ന് വെച്ചാൽ അതും നമുക്കൊരു കിട്ടുന്ന ഏരിയ ആണിത്. അപ്പോൾ പറ്റുന്നവർ വിളിച്ചോളി, നല്ലൊരു സ്ഥലം.